ആ ഒരു വർഷം ഞാൻ ഒത്തിരി എടുത്ത് അലഞ്ഞ് ഒരുപാട് വീടുകളിൽ പോയി നിന്ന് അവിടെ ഫീസ് കൊടുക്കാൻ പൈസ ഇല്ല. 4000 രൂപ ഫീസ്. എൻ്റെ അത് നിവൃത്തിയില്ല. 13-ാമത്തെ വയസ്സിൽ മദ്യപാനം തുടങ്ങിയൊരു മനുഷ്യനാണ്. 14-ാമത്തെ വയസ്സിൽ കഞ്ചാവിന് അഡിക്റ്റായി. 15-ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് എന്തൊക്കെ ലഹരിയുണ്ടോ അതൊക്കെ ഞാൻ യൂസ് ചെയ്തു. വിനുവിന്റെ കൂടെ പാസ്റ്ററാണോ? വിനുവിന്റെ കൂടെ ഇമ്മാനുവൽ. ഞങ്ങൾ അവിടെ നിന്ന് അലമ്പിട്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. പയ്യൻ എന്ന് പറഞ്ഞ പയ്യനെ അറിയാവോ? അറിയാം. കഴിഞ്ഞ ബുധനാഴ്ച ദൈവം എനിക്ക് പുതിയൊരു പാസ്റ്ററെ കൊടുത്തന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഇമ്മാനുവൽ എന്നാണ്. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന പേരിട്ടു. ഒരു പാസ്റ്റർ മകനാണ്. ഇവിടുത്തെ പാരമ്പര്യ ചർച്ചകളിൽ ഒന്നിലെ ഒരു കർത്തൃദാസൻ്റെ മകൻ. 38 കേസിലെ പ്രതി. കഞ്ചാവും കാശിഷും ബ്രൗൺ ഷുഗറും പട്ടച്ചാരായവും സകല ലഹരി പദാർത്ഥവും ഉപയോഗിച്ചു. അത്യാവശ്യമെല്ലാം ജയിലിലും കിടന്നിട്ടുണ്ട്. വല്ലാത്ത പ്രതിസന്ധി. സുവിശേഷയ്ക്ക് വേലയ്ക്ക് വേണ്ടി ഇറങ്ങി പട്ടിണിയോട് പട്ടിണി, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ആ ഇടയ്ക്കൊരു കല്യാണം കഴിച്ചു. എന്തിയെ പെങ്കൊച്ച് എഴുന്നേറ്റ് നിൽക്കും മോളെ. അവൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി വന്ന പെൺകുട്ടി. കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ദൂത് പറഞ്ഞ് ആദ്യം വിളിച്ചത് അവളെയാ. അവൾ കുടുകൂടാ അവിടെ നിന്ന് കണ്ട് തൊട്ടുപുറകെ വിളിച്ചത് ഇദ്ദേഹത്തെയാ. അന്നേരം ഇദ്ദേഹത്തിന് താടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നെ കണ്ട എന്ന് വീട്ടിൽ പോയി താടി വെട്ടി. ഇദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ വാടക കൊടുക്കാൻ നിവർത്തിയില്ല. അവർ ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട, പോരാൻ പറഞ്ഞു. ഇപ്പം താമസിക്കുന്ന എൻ്റെ കൂടാ. നിങ്ങളൊരാമയും പറഞ്ഞില്ല. എലോഹീമിൻ്റെ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് കൂട്ടിയേക്കുവാ ഞാൻ. കൈയട്ടിച്ച് ദൈവത്തിനൊന്ന് സ്വോത്രം പറഞ്ഞേര്. നമ്മുടെ കൂടെ നിൽക്കാൻ വന്നതാ അവര്. ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ വന്നതാ. അദ്ദേഹം എന്നോട് അനുഭവങ്ങൾ വിവരിച്ച് കേൾപ്പിച്ചു. ദൈവദാസനെ എല്ലാവരും കൈവിട്ട് കേട്ടോ. കേസ് ഒരുപാടുണ്ട്. 38 കേസിലെ പ്രതിയാ. ഉപയോഗിക്കാത്ത ലഹരി ഒന്നുമില്ല അല്ലേ? എല്ലാ ലഹരി ഉപയോഗിച്ചു. എനിക്ക് ഈ പറയുന്ന ലഹരിയുടെ പകുതി പേരും അറിയില്ല. എല്ലാ ലഹരി ഉപയോഗിച്ചു. എല്ലാവരും കൈവിട്ടു കേട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ എൻ്റെ കൂടെ യാത്ര ചെയ്തപ്പോൾ എൻ്റെ കൂടെ ഒറ്റയ്ക്ക് മിനിങ് അന്ന് യാത്ര ചെയ്തു. ആ സമയത്ത് എന്നോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അന്നേരം എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞ ആൾ സിനിമയിൽ അഭിനയിച്ചെന്ന്. പൂജാരിയായിട്ട് സിനിമയിൽ അഭിനയിച്ചു. കൃപയാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഇറങ്ങല്ലേ അതൊന്ന്. നിങ്ങൾ കൈവൊക്കെ ഒരു സ്വത്രം പറഞ്ഞില്ല. എന്ന് വരെ നിൽക്കും? മരണം വരെ. നിങ്ങളൊന്ന് സ്വത്രം പറഞ്ഞേര്. ചാവുന്ന അന്ന് വരെ നിൽക്കണം. പൊക്കളയരുത് ഇടയ്ക്ക്. ഈ ചേട്ടന്മാരൊക്കെ പറഞ്ഞു വിടും. പോയിരുന്നു. കർത്താവ് കണക്ട് ചെയ്തതാ, മനുഷ്യൻ കണക്ട് ചെയ്തതല്ല. അത് കൈ അടിച്ചൊരു സ്വോത്രം പറ. എന്താ ഇരിക്കു വച്ചേ. എൻ്റെ പേര് ബീന. ഞാൻ ഹരിപ്പാടും മാവലിക്കും നടുക്കാണ് മുട്ടം എന്ന് പറഞ്ഞ ദേശം. അവിടെ ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജീവിച്ചത്. ഞാൻ +2 ബിഷപ്പ് ഹോർജസിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. എൻ്റെ ഉമ്മയ്ക്ക് ബ്രസ്റ്റിനൊരു മുഴ വന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു കൂട്ടുകാരി പാസ്റ്റർ മോളാണ്. അപ്പോൾ അവൾ പറഞ്ഞു, നിനക്ക് കർത്താവിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വിശ്വാസം എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയത്തില്ല. എനിക്ക് കർത്താവിനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അല്ല എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. അവൾ എനിക്കൊരു ബൈബിൾ തന്നിട്ട് പറഞ്ഞു, നീ സങ്കീർത്തനം 91 വീട്ടിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എഴുതി വെച്ചിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എഴുതി വെച്ചിട്ട് ദൈവമേ ഉമ്മയുടെ മുഴ മാറ്റണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ 21 ദിവസം ഫാസ്റ്റിംഗ് എടുക്കാമെന്നും തീരുമാനിച്ചു. എടുത്തില്ല, തീരുമാനിച്ചതേ ഉള്ളൂ. അപ്പോൾ 3-ാമത്തെ ദിവസം ഉമ്മയ്ക്കൊരു സ്കാനിങ് ഉണ്ട്. അവിടെ പോയി ചെയ്തപ്പോഴത്തേക്ക് ആ മുഴ അതിലില്ല. ആദ്യത്തെ സ്കാനിങ്ങിൽ മുഴ നല്ല വ്യക്തമായിട്ട് കാണാം. 2-ാമത്തേൽ മുഴയില്ല. ഡോക്ടർ പറഞ്ഞു, ഇതെന്തുവാ, വെള്ളമായിട്ടുണ്ട്, കുത്തിയെടുത്ത് കളഞ്ഞാൽ മതിയെന്ന്. അന്ന് ഡോക്ടറോട് തർക്കിക്കാനോ അല്ലെ വേറൊന്നിനും എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല. ഞാൻ തിരിച്ചു വന്നു. പിന്നെ എനിക്ക് ദൈവവേല ചെയ്ത് ദൈവത്തിനെ വിട്ടു പോകണ്ടെന്ന് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ആ സമയമായപ്പോഴത്തേക്ക് സാത്താൻ പോരാടാൻ തുടങ്ങി. കല്യാണാലോചന ഒരുപാട് വന്നു. മുടക്കി ഇന്ന് വീട്ടുകാർ അടി മൊത്തം കൊണ്ട് ലാസ്റ്റ് ഒരു കല്യാണാലോചന വന്ന് വീട്ടുകാർ എന്നോട് പോലും ചോദിക്കാതെ പോയി എൻഗേജ്മെൻറ്റ് ഉറപ്പിച്ചു. മുസ്ലിംസിൻ്റെ ഈ എൻഗേജ് എന്ന് പറയുന്നത് കുറച്ച് പൈസ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഞാൻ അവരുടെ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വീട്ടുകാരെല്ലാവരും കൂടെ, കടത്തിൽ കൂടി പൊട്ടി വരുന്നവരെല്ലാവരും കൂടെ വന്ന് അടിച്ചിടിച്ച് എന്നെ ഇറക്കി വിട്ടു. അതായത് 2016 ജനുവരി 10-ാം തീയതി എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്.
ആ ഒരു വർഷം ഞാൻ ഒത്തിരി എടുത്ത് അലഞ്ഞ് ഒരുപാട് വീടുകളിൽ പോയി നിന്ന്. അങ്ങനെ തിരുവല്ലയിൽ സെൻറ്റ് മേരീസ് ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ ഹോസ്റ്റലിൽ എൻ്റെ സാക്ഷ്യം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിങ്ങനെ വീട് വിട്ടിറങ്ങിയതാന്ന് പറഞ്ഞു. ഒരു മാസം അവരെന്നെ നിർത്തി. പിന്നെ അവർ നിർത്തിയില്ല. അവർ പറഞ്ഞു ഇവിടുന്ന് പോകണം. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി തിരുവല്ല ഡിവൈൻ ചർച്ചിൽ എന്നെ കൊണ്ടുപോയി. അവിടെ പോയി 3-4 ആഴ്ച ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹോസ്റ്റലിലെ വാർഡൻ വന്നിട്ട് പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ. അവർക്ക് വേറൊന്നുമല്ല, അവിടെ ഫീസ് കൊടുക്കാൻ പൈസ ഇല്ല. 4000 രൂപ ഫീസ്. എൻ്റെ ഇല്ലാതെ നിവൃത്തിയില്ല. അങ്ങനെ ഒരു ഞായറാഴ്ച വിഷമിച്ച് പാസ്റ്ററോട് പോയി പറയാമെന്ന് പറഞ്ഞിങ്ങനെ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുമ്പോൾ ഒരു ഇന്നോവ കാർ പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് അത് ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ വിശ്വാസികളാണോ, ചർച്ചിൽ പോകാൻ നിൽക്കുവാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ ചർച്ചിൽ പോകാൻ നിൽക്കുക. എനിക്കൊരു കാര്യം ചെയ്യും, എൻ്റെ വണ്ടിയിലോട്ട് കയറിക്കോ, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഞങ്ങൾ കയറി. അപ്പോൾ പരിചയപ്പെട്ടു. അപ്പോൾ എന്നോട് ചോദിച്ചു മോടെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു തിങ്കളാഴ്ച എൻ്റെ ഓഫീസിലോട്ട് വരാൻ പറഞ്ഞൊരു കാർഡ് തന്ന് അവിടെ ചെന്ന് പാസ്റ്ററോടൊന്നും പറഞ്ഞില്ല, പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് തിരിച്ച് വന്ന് തിങ്കളാഴ്ച വന്നപ്പോഴത്തേക്ക് പുള്ളിയുടെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി കിട്ടി. ഇത് ഹോസ്റ്റലിൽ വന്ന് വാർഡനോട് പറഞ്ഞപ്പോൾ വാർഡൻ പറഞ്ഞു ഇനി പോകണ്ട, ഇവിടെ നിന്നോളാൻ പറഞ്ഞു. പിറ്റേ ആഴ്ച ജോലിക്ക് പോയി തുടങ്ങി, തിരിച്ചു വന്നു. അടുത്ത ആഴ്ച ജോലിക്ക് പോയി. അപ്പോൾ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ 8 മണി വരെ വർക്കുണ്ട്. വർക്ക് കഴിഞ്ഞ് 6 മണിക്ക് ഹോസ്റ്റലിൽ വരണം. എനിക്കത് പറ്റുന്നില്ല, 8 മണിക്കേ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത വാർഡൻ പറഞ്ഞു ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, പിന്നെ പോയേ പറ്റുള്ളൂ. വന്നപ്പോൾ തൊട്ട് ഓരോരോ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അടുത്ത ഞായറാഴ്ച പാസ്റ്ററോട് പറയാൻ ചെന്നപ്പോൾ ഈ മേളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമായിരുന്നു ഒരു അമ്മച്ചി. ഞാൻ ഓടിക്കയറി അമ്മച്ചിയെ പിടിച്ചു. അമ്മച്ചി വീഴാൻ പോവായിരുന്നു. അപ്പോൾ അമ്മച്ചി പറഞ്ഞിട്ട് മോളെ നീ ആ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടിയല്ലേ? ഞാൻ പറഞ്ഞ അതേ അമ്മച്ചി. എടി നിന്റെ ഹോസ്റ്റലിൽ ആർക്കെങ്കിലും പെയിൻ ഗസ്റ്റായിട്ട് നിൽക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ അന്നും എൻ്റെ ഒരു പാസ്റ്റർ മോളാണ് എൻ്റെ കൂട്ട്. അവള് പറഞ്ഞു എനിക്ക് നിന്നോട് അസൂയ തോന്നിട്ട് ദൈവം ഒരുക്കുന്ന വഴികൾ ഓർത്തിട്ട്. ഞാൻ ഒന്നും വീട്ടില്ല. ഞാനും അവളും മുഖത്തോട് മുഖം നോക്കി കരഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ ഹൈദരാബാദിന് പോവായിരുന്നു. കാര്യം എൻ്റെ നാട്ടിലെ എല്ലാ പാസ്റ്റർമാർക്കും പേടിയാണ് എന്നെ സ്നാനപ്പെടുത്താൻ. കാര്യം വീട്ടിൽ നിന്ന് പ്രശ്നം വരുമെന്ന് വെച്ച് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഞാൻ ഹൈദരാബാദ് പോയി 3 മാസം അവിടെ നിന്ന് വീട്ടിൽ പച്ചക്കറി, അതായത് അടുക്കള തിന്നാൻ മാത്രം കയറുന്ന ഞാൻ അവിടെ ചെന്ന് ഫുഡ് വെക്കുന്ന ആളായി. ഇപ്പം എനിക്ക് ഏത് കറി വെക്കാൻ ചോദിച്ചാലും എനിക്കറിയാം. ദൈവം ഒരാളെ നടത്തുന്ന വഴി. അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു പാസ്റ്ററെ എനിക്ക് നാട്ടിൽ സ്നാനപ്പെടണമെന്ന് ആഗ്രഹം. അത് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് 4 ആൾ അറിഞ്ഞ് എൻ്റെ ദൈവത്തെ ഞാൻ ഏറ്റെടുക്കണം. എനിക്ക് അല്ലാതെ പാത്തും പതുങ്ങി എൻ്റെ ദൈവത്തെ വിളിക്കണ്ട. ജീവിക്കുവാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, മരിക്കുവാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി. അപ്പോൾ പാസ്റ്റർ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ നിൻ്റെ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ട് 4 പേര് കാണുമെന്ന് പറഞ്ഞു. ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ട് തെറിയൊക്കെ വന്നെങ്കിലും എനിക്ക് സന്തോഷമായി. ഞാൻ ക്രിസ്തുവിനെ ഏറ്റല്ലോ എന്നുള്ളതായി. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ഫോണിൽ പല കോളുകൾ വരാൻ തുടങ്ങി. പാരമ്പര്യമായി പെന്തക്കോസ്തുള്ള അമ്മച്ചിമാർ വിളിച്ചിട്ട് മോളെ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ അതിൽ എനിക്ക് വലിയ ഓസ്കാർ കിട്ടുന്ന സന്തോഷമായിരുന്നു. കാര്യം അവരൊക്കെ വിളിച്ച് എന്നോട് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഞാനും ദൈവം തമ്മിലുള്ള അടുപ്പം അവർക്ക് മനസ്സിലായില്ലെന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അനിയത്തിയുടെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തും ഇതുപോലെ കിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ സഭയോടെ പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പള്ളിയിൽ നിന്ന് നേർച്ചയിട്ടതിൻ്റെ അനുഗ്രഹമാണെന്ന് പറഞ്ഞു. പിന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും പള്ളിയിലൊന്നും പോയിട്ട് വരാൻ പറയും. കാര്യം അവർക്ക് സത്യം അറിയാം, എങ്കിലും വരാൻ ഭയങ്കര പ്രയാസം. നമ്മൾ പ്രാർത്ഥിച്ച വിടുതലുണ്ടെന്ന് അവർക്കറിയാം. ഈ ലൈവില് അനേകര് കാണുന്നുണ്ട്, മുസ്ലിങ്ങളിൽ ഇരിക്കുന്നവര്. ഞാൻ പലർക്കും ലിങ്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇന്ന് എൻ്റെ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ എലോഹിം വാ, ഇവിടെ ഞങ്ങൾ കൂടെ നിൽക്കും. നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? കർത്താവ് അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ ഏത് പ്രതികൂലത്തെ വന്നാലും നിങ്ങൾ പേടിക്കണ്ട. ഞാൻ എൻ്റെ സാക്ഷി ഇവിടെ പറയുന്നത് എനിക്ക് എൻ്റെ ദൈവത്തെ അനേകരിലൂടെ എത്തിക്കാൻ വേണ്ടിയാണ്. അതുപോലെ എൻ്റെ സാക്ഷ്യത്തിൽ ഒരു കാര്യം കൂടി, എൻ്റെ അപ്പൻ്റെ ചേട്ടൻ, ഞാൻ ഒരു നിവൃത്തിയില്ലാതെ നിന്ന സമയത്ത് ഞാൻ ആ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിവിടെ നിൽക്കാൻ വയ്യ, ഭക്ഷണം കിട്ടുന്നില്ല, ആകെ ബുദ്ധിമുട്ടാണെന്ന്. പുള്ളി പറഞ്ഞു വാ ഞാനൊരു ഹോസ്റ്റലിലാക്കാന്ന് പറഞ്ഞ് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എനിക്ക് നിന്നെ കല്യാണം കഴിക്കണമെന്ന്. പറയുന്ന ആൾക്കും എൻ്റെ ആൾക്കാർക്കും അറിയാം ആരാന്നുള്ളത്. എൻ്റെ അപ്പൻ്റെ ചേട്ടനാണ്. പുള്ളിയുടെ മോൾ ഡോക്ടർ, മോൻ്റെ കല്യാണം വലിയ ആഡംബരത്തോടെ നടന്നു. 2 മക്കളുടെയും കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മോക്ക് ക്യാൻസർ ആയിട്ട് കിടക്കുന്നു. മോൻ്റെ ജീവിതം തല്ലിപ്പിരിഞ്ഞു. എൻ്റെ ദൈവം എത്ര വലിയവനാ. ആ മനുഷ്യൻ എന്നെ കുറിച്ച് നാട്ടിൽ പറഞ്ഞുണ്ടാക്കിയതിന് ഞാൻ ഒരുപാട് കരഞ്ഞു. ഒരുപാട് ദൈവമേ എന്തിനാ വിശ്വാസി വന്നിട്ട് എന്നെ എന്തിനാ ഇങ്ങനെ നാണം കെടുത്തുന്നത്? ആളുകൾക്കെതിരെ പറഞ്ഞുണ്ടാക്കുന്ന 2 പ്രാവശ്യം കേട്ടോ. ആമേൻ. ഇന്ന് കുഴപ്പമില്ല, നാളെ പലിച്ച സഹിതം വീട്ടിൽ വരും. ഇത് മറന്നു പോകണ്ട. ഇനി നിങ്ങളുടെ സാക്ഷ്യം മുന്നോട്ട് കേട്ടോണം. ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന
രക്താനുഭവങ്ങളെ കുറിച്ചുള്ള സാക്ഷ്യം. ഈ സാക്ഷ്യം മുഴുവൻ എനിക്കൊരു 5 വർഷം പുറകിൽ അറിയാം. പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പൊട്ടുമോളെ 10 വർഷം കഴിഞ്ഞിട്ടാണ് ദൈവം മറുപടി കൊടുത്തത്. ആമേൻ. ദൈവം എന്തെങ്കിലും മറുപടി കൊടുക്കാൻ വൈകുന്നുണ്ടെങ്കിൽ ആമേൻ. അത് ദൈവത്തിന്റെ രീതിയിൽ കൊടുക്കാൻ അതാരും ഓർത്ത് വിഷമിക്കേണ്ട. ഇന്ന് സുരേഷ് പാസ്റ്റർ പ്രസംഗിച്ചപ്പോ പറഞ്ഞ് മറ്റുള്ളവരെ പറയുന്നത് എനിക്ക് അതിനൊരു കാര്യം പാസ്റ്ററോടാണ് ആദ്യം ക്ഷമ പറയാനുള്ളത്. ഞാൻ ഇവിടെ പാസ്റ്റർ ശരിക്കും കുറ്റപ്പെടുന്ന ഒരാളാണ്. ഇവിടെ വന്നൊരു വിശ്വാസി എന്നോട് പറഞ്ഞപ്പോൾ അത് പറയാൻ വേറൊരു കാര്യം ഞാൻ പറയാം. ആ പുള്ളിക്കാരൻ പറഞ്ഞത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു പാസ്റ്റർ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ വേറെ ആരോടെങ്കിലും ചോദിച്ചിട്ടായിരിക്കും പറയുന്നത്, അല്ലാതൊന്നുമല്ല, ഇത് കള്ളമാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. അത് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ ദൈവനാമത്തിൽ ക്ഷമ ചോദിക്കുന്നു പാസ്റ്ററെ. അതിപ്പോൾ എനിക്ക് പറയണം. കാര്യം ഇനി അനേകർ ഇവിടെ വരാനുള്ളതാ. ഞാൻ അങ്ങനെ 5 വർഷം മുമ്പ് ഹൈദരാബാദിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ അപ്പം മരിച്ചു. ഞാൻ വന്നു. അപ്പം എനിക്ക് ആരാധന കൂടണം. ആദ്യത്തെ ആരാധന വീട്ടിൽ എൻ്റെ റൂമിൽ ഇരുന്ന് സൂമിനകത്ത് ഞാൻ കൂടി. അവിടെ എന്നെ ആ മുസ്ലിം വീട്ടിൽ തന്നെ ഇരുത്തി എന്നെ ആരാധന കൂടാൻ ദൈവം അനുവദിച്ചു. എൻ്റെ സാക്ഷ്യം ഞാൻ അവിടെ നിന്നോട് പറഞ്ഞു. പക്ഷേ ചർച്ച ഇരുന്ന് എല്ലാവരും ചിരിച്ചെങ്കിലും എനിക്കത് അനുഗ്രഹമായി. കാര്യം എല്ലാവരും വന്നെന്നെ നോക്കുന്നുണ്ടായിരുന്നു, ഇവർക്ക് എന്താ വട്ടാണോ. അപ്പം അപ്പൻ്റെ മരിച്ചു കിടക്കുമ്പോൾ മുസ്ലിംസ് യാസീൻ ഓതണം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പം കുറേ ആൾക്കാർ വന്നപ്പോൾ ഞാൻ ഓരോന്ന് ചോദിച്ചതിന് അവർക്ക് ഉത്തരവില്ല. ഇന്ന് അതിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ ആ ഉത്തരവായിട്ടൊന്ന് വരണം. ഇവിടെ എലോഹിമിൽ തന്നെ വരണം. കാര്യം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് എന്നെ ഇത്രത്തോളം നടത്തി. ഹൈദരാബാദിൽ ചെന്നു. അവിടെ നിൽക്കുന്ന സമയത്ത് പാസ്റ്റർ വീട്ടിലാണ്. അവിടെ നിന്ന് ജോലി ചെയ്യാം. പാസ്റ്റർ എന്നോട് ചോദിച്ചു, മോളെ നിന്നെ മോളെ പോലെ നോക്കണോ, നീ ശമ്പളക്കാരിയായിട്ട് നിൽക്കുന്നോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നെ ഒരു മോളെ പോലെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് എനിക്ക് നല്ല പണിയാണ് കിട്ടിയത്. നന്നായിട്ട് പണി ചെയ്തു. പക്ഷേ ഒരു എന്താ പറയണ്ടേ, വീട്ടിൽ ജോലിക്കാരിയെ പോലെ ഞാൻ അവിടെ നിന്ന് അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. കാര്യം അവിടെ ചർച്ചിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എൻ്റെ മെയിൻ ജോലി. ഞാനത് സന്തോഷത്തോടെ ചെയ്യും. കാര്യം ദൈവം അവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കത്ത് പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ എവിടെ നിന്നാണെങ്കിലും ഓടി ചെല്ലും. കാര്യം ആ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി. അതായിരുന്നു എൻ്റെ സന്തോഷം. ഒരുപാട് കുറ്റപ്പെടുത്തലും ഒരുപാട് കഷ്ടതയെ അനുഭവിച്ച് ഞാൻ അവിടെ നിന്ന് യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് ഇതെല്ലാം ഇവിടെ നിന്ന് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഒരു പെൺകുട്ടി അനുഭവിക്കാവുന്ന സകല യാചനകളും ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് നമുക്കും അതിന് പങ്കുണ്ട്. നമ്മൾ ആളുകളെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലായില്ല, നാളെ ഇതുപോലെ സാക്ഷ്യം പറയേണ്ടവരെയാ നമ്മൾ ഈ കുറ്റപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെ തുടരുക. എന്നിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇതുപോലെ ബിനു പാസ്റ്റർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്ററെ ഞാൻ വിളിച്ചു തുടങ്ങി. പാസ്റ്ററെ ഞാൻ ചർച്ചിൽ വന്നോട്ടെ എന്ന് ചോദിച്ചു. അതിനെന്താ വന്നോളെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ സംസാരം കേട്ടപ്പോഴും എനിക്ക് തോന്നി എന്നാൽ അവിടോട്ട് പോകാം എന്ന് പറഞ്ഞു. അന്ന് പാസ്റ്റർ ബർത്ത്ഡേ ആയിരുന്നു. ഞാനത് ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റസ് ഇട്ടപ്പോഴത്തേക്ക് അവിടുന്ന് കണ്ടിട്ടൊന്നുമില്ല. ഞാൻ സ്റ്റാറ്റസ് ഇട്ടു. ഞാൻ ഹാപ്പി. കാര്യം എനിക്ക് ദൈവദാസന്മാരോട് ഭയങ്കര ബഹുമാനമാണ്. കാര്യം അത് ഇന്നും ആരെങ്കിലും അത് പിന്മാറ്റത്തിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും. അത് എത്ര വലിയ ആൾക്കാരാണെങ്കിലും ഞാൻ ചോദിക്കും. കാര്യം എനിക്ക് ദൈവദാസന്മാർ ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്നവരോട് അത്രയും സ്നേഹവും ബഹുമാനവും ഉണ്ട്. അപ്പോൾ ഞാൻ സ്റ്റാറ്റസ് ഇട്ട് ഹാപ്പി ബർത്ത്ഡേ പാസ്റ്റർ, ഗോഡ് ബ്ലെസ് യു എന്നും പറഞ്ഞിട്ട്. ഇത് പാസ്റ്റർ മാത്രം കണ്ടില്ല, ബാക്കി എല്ലാവരും കണ്ട്. ഇവിടുന്ന് എല്ലാം കോള് വന്ന് നീ എന്തറിഞ്ഞിട്ടാ അവിടെ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ എന്താ, വളരെ മോശമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ അനിയനുമായിട്ട്, അന്ന് അനിയനുമായിട്ട് സന്തോഷ് മുക്കിൽ വന്നു. അപ്പോൾ അടുത്ത ആളൊരു കോള് വരുന്നത് പാസ്റ്ററിനും കൂടെ ഉള്ളതാണ്. അപ്പോൾ അവിടെ ചെന്ന് പുറകിലിരുന്ന് ആരാധനയൊക്കെ കഴിഞ്ഞ് വിളിച്ചു. മോളെ ലൊക്കേഷൻ ഇട്ട് തരാൻ വരാനെന്ന് വന്ന് ഞാൻ അവിടെ വന്ന്. പാസ്റ്റർ കേൾക്കുന്നുണ്ട്. പാസ്റ്റർക്ക് വേണ്ടിയുള്ള ദൂതാണ് നമ്മുടെ കൊച്ചിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലൊക്കേഷൻ അയച്ചു തരാൻ വരുന്നോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചു ഇതെന്തുവാ, ഇത് ഒരു ചർച്ചിൽ പോയി. എനിക്ക് വിശ്വാസി വന്നപ്പോൾ നല്ല പ്രതികൂലം വന്നത് കൂടുതലും പാസ്റ്റേഴ്സിൽ നിന്ന്. അപ്പോൾ എനിക്ക് പേടിയായിപ്പോയി. ഞാൻ പെട്ടെന്ന് ആ ലൊക്കേഷൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് ആരാധന കഴിഞ്ഞപ്പോൾ പുള്ളിയും വൈഫും കൂടി വന്നിട്ട് ഞാൻ എവിടുന്നാ വന്നതോ എന്തുവാ വന്നോന്നോ ഒന്നും അറിയണ്ട. ബിനു പാസ്റ്റർ അങ്ങനെയാണ്, ബിനു പാസ്റ്റർ അവിടെ പോയത് അങ്ങനെ എങ്ങനെയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായി അവിടെ തന്നെയാ ദൈവം കൊണ്ടുവന്നേ. ആമേൻ. നിങ്ങളെ കൈവൊക്കിയോ രാമയും പറഞ്ഞേ, നീ കേട്ടോണം, സാക്ഷ്യം കിടക്കുക. പാസ്റ്ററും ഭാര്യയും എല്ലാവരും കൂടി വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് കറക്റ്റ് വ്യക്തമായി. അപ്പം ഞാൻ പറഞ്ഞു ശരി പാസ്റ്റർ, ഇപ്പോൾ ഇനി വരണം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിട്ടു. പാസ്റ്റർ ഒന്നിവിടെ വരും. വന്നിട്ട് ഞാൻ ഇപ്പൊ ക്ഷമ പറഞ്ഞതുപോലെ ഈ ദേവിയിൽ നിന്ന് പാസ്റ്ററും ക്ഷമ പറയും. അതിന് ദൈവം അവസരം ഒരുക്കുകയും ചെയ്യും. കാര്യം ഒരു അഭിഷേകത്തിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ മറുവശത്തോളം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം. കാര്യം എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. കാര്യം ദൈവാത്മാവ് പ്രേരിപ്പിച്ചത് തന്നെ. കാര്യം അഭിഷേകത്തിന് എങ്ങനെയാന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ദൈവസന്നിധി ഇരുന്ന് കരഞ്ഞു പോയി. കാര്യം ഇങ്ങനെ ദൈവത്തിന് വേണ്ടി
സത്യസന്ധമായി നിൽക്കുന്ന ഒരു ദേവദാസനെ പറ്റി ആവശ്യമില്ലാത്തത് പറയുമ്പോൾ ദൈവം പിടിക്കുമെന്നൊന്ന് ഓർത്തോ. ഇന്നല്ലേ നാളെ, 10 വർഷമല്ല, 15 വർഷമല്ല, 100 വർഷം എടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ദൈവം പിടിച്ചിരിക്കും. സാക്ഷ്യത്തിലൂടെ ഞങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു വെച്ചാൽ പുള്ളിക്കാരൻ 3 വർഷം മുമ്പ് ഇതുപോലെ പ്രാർത്ഥിക്കാൻ ഞാൻ വിളിച്ചു. പ്രാർത്ഥന കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞപ്പോൾ സിനിമാ നടനാ കേട്ടിപ്പിടിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, തനിക്ക് നാണമുണ്ടോ? താൻ ഒരു ദൈവദാസനല്ലേ, എന്ത് പണിയാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചതാ. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ഒരു പാസ്റ്റർ എന്നോട് വന്നിട്ട് പറഞ്ഞു, മോളെ നീ അനേകരെ വിശ്വാസത്തിൽ കൊണ്ടുവരും. ആ ദൂത് ഏറ്റെടുത്തിട്ട് ഞാൻ പുള്ളിയെ നന്നാക്കാൻ നോക്കിയതാ. അത് കഴിഞ്ഞ് പുള്ളിയുടെ വീട്ടുകാരെ വിളിച്ച് സംസാരിച്ച് ഞങ്ങൾ ഒരു മിനിറ്റ് കൃപയാൽ ഇപ്പൊ നന്നായി നിൽക്കുവാണ്. ശരി. എന്നിട്ട് ഞങ്ങൾ അവിടെ സുവിശേഷ വേല ചെയ്തു. ഞാൻ പറഞ്ഞു, സിനിമയിലൊന്നും അഭിനയിക്കാൻ പറ്റില്ല, ദൈവത്തെ വിളിച്ചിറങ്ങാമെങ്കിൽ മാത്രം വീട്ടുകാരെ വന്നാൽ മതി, അല്ലെങ്കിൽ വരുവേ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് എന്തായാലും നന്നായി പാസ്റ്റർ പറഞ്ഞു, നന്നായി. അങ്ങനെ നിൽക്കുമ്പം എൻ്റെ ഫേസ്ബുക്കിലും എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിയാൽ അറിയാം, എൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അറിയത്തില്ല ഞാൻ പട്ടിണി കിടക്കുവാണ്. അതുപോലെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്. എൻ്റെ കുടുംബത്തുള്ള ഓരോരുത്തർ പറയും, നിനക്ക് എന്ത് ഡ്രസ്സ് വിടാം, നിന്നെ എവിടെയൊക്കെ പോകുന്നു, കറങ്ങാൻ പോകുന്നു, അവിടെ പോകുന്നു, ഞങ്ങൾക്ക് ഇതൊന്നും പറ്റുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇത് എന്നിലുള്ള സ്വാതന്ത്ര്യമല്ല, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യമാണ്. നീയൊക്കെ ക്രിസ്തുവിൽ അറിഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം നിനക്കും അനുഭവിക്കാം. പക്ഷെ വരും. പാസ്റ്റർ എന്നോട് ദൂത് പറഞ്ഞു, എനിക്ക് വിശ്വാസമുണ്ട്. ഉമ്മി വന്നു. ഉമ്മിക്ക് അത് വളരെ അനുഗ്രഹമായി. അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞു. പട്ടിണി എന്ന് വെച്ചാൽ മുഴുവൻ പട്ടിണിയാണ്. പാര വെക്കുന്ന എല്ലാം പാസ്റ്റേഴ്സുമാരും, വിശ്വാസികളെ പിന്നെയും സഹിക്കാം, പാസ്റ്റർമാരാണ് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. നല്ല പാര. അങ്ങനെ ഞാൻ പ്രഗ്നൻ്റായി ഹൈദരാബാദിൽ നിൽക്കുന്ന സമയത്ത് ന്യൂമോണിയ വന്നു. ഞാൻ അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് വെച്ച കാശ് മൊത്തം അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലായി. ലാസ്റ്റ് പൈസ ഇല്ലാതെ വന്നപ്പോൾ അവിടെ പൈസ ഉള്ള ആൾക്കാർ പറഞ്ഞു, നമുക്ക് മെഡിക്കൽ കോളേജിൽ പോകാമെന്ന് പറഞ്ഞു. എന്നെ അവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുമ്പോൾ അവിടുത്തെ വെന്റിലേറ്റർ, ഞാൻ വെന്റിലേറ്ററിലാണ് കിടന്നുകൊണ്ടിരുന്നത്, മരിച്ചു എന്ന് പറഞ്ഞതാ. വെന്റിലേറ്ററിലോട്ട് കൊണ്ടുപോയപ്പോൾ വീൽ ചെയറിൽ ഓക്സിജൻ വെച്ച് കൊണ്ടുപോയി. അവിടെ ചെന്ന് നോക്കിയപ്പം നിറച്ച് ബ്ലഡ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിവിടെ കിടക്കേണ്ടതെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര അസ്വസ്ഥത പോകുന്നു പറഞ്ഞു. അതിനാ വെന്റിലേറ്റർ എന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ കിടന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം, ദൈവം വിടുതൽ തരും. അങ്ങനെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് വീൽ ചെയറിൽ പോയ ഞാൻ തലങ്ങണിയും കശത്ത് പിടിച്ച് നടന്നിറങ്ങി വരുന്നു. ഇറങ്ങി വന്ന് വീട്ടിൽ വന്ന് കുളിച്ച് പ്രാർത്ഥിച്ച് കിടന്ന് എന്നെ കൊണ്ടാക്കിയ പാസ്റ്റർ എല്ലാം ചോദിച്ചു, ബീന എങ്ങനെയുണ്ട് അവിടെ? മനുഷ്യനെ വിളിച്ചിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് അവിടെ ഹോസ്പിറ്റലിൽ, കുറവുണ്ടോ? ശ്വാസം മുട്ടൽ മാറിയോ? ന്യൂമോണിയ ആയിരുന്നു, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയോ? ഞാൻ പറഞ്ഞു, വെന്റിലേറ്റർ മാറ്റി, പക്ഷെ ഡോക്ടറല്ല, എൻ്റെ കർത്താവ് എന്നെ മാറ്റി. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് കിടക്കുക എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഭ്രാന്താണോ? ഞാൻ പറഞ്ഞു, അതെ, ക്രിസ്തുവിലുള്ള ഭ്രാന്ത്. അത് അവർക്ക് ആർക്കും അറിയത്തില്ല, അവർക്ക് ഈ പഠിപ്പ് കൂടിയിട്ട് കുറഞ്ഞതാ. എൻ്റെ ക്രിസ്തുവിലുള്ള ഭ്രാന്ത് കൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നു പറഞ്ഞു. എനിക്ക് ദൈവം 2 മക്കളെ തന്നു. 2 മക്കളും കിട്ടില്ലെന്ന് പറഞ്ഞതാ. ദൈവം തന്നുകൊണ്ട് 2 ഇപ്പൊ കൂടുണ്ട്. ഇപ്പം സന്തോഷത്തോടെ ഞങ്ങൾ ഏലപ്പാറയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ വന്നു. അവിടെ വന്നപ്പോൾ അവിടെ ഞായറാഴ്ച മാത്രം വേല ചെയ്യുന്ന ആൾക്കാരാണ്. ഞായറാഴ്ച ദിവസം മാത്രം ആരാധനയ്ക്ക് വരും, ഞായറാഴ്ച ദിവസം മാത്രം ദൈവത്തെ വിളിക്കുന്ന ആൾക്കാർ. അങ്ങനെ അവിടെ നിന്ന് പോയ വിശ്വാസികളെ ഞങ്ങൾ ആ ചർച്ചിലേക്ക് തിരിച്ചു വിളിച്ച് ഞങ്ങൾ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു ഭീഷണിയായി. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ദൈവമേ എന്ത് ചെയ്യും? പാസ്റ്ററെ ഞാൻ വിളിച്ചു. ആ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ പാസ്റ്ററെ വിളിച്ചിട്ട് എനിക്ക് പാസ്റ്റർ ഫ്രണ്ടിൽ വരാൻ പേടിയാണ്. വേറൊന്നുമല്ല, നീ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും. അത് പേടിച്ചിട്ടാണ് ഞാൻ പാസ്റ്റർ അടുത്ത് വരാത്തത്. എന്തായാലും അന്ന് വന്ന് ആദ്യം തന്നെ പാസ്റ്റർ എന്നോടാ ദൂത് പറഞ്ഞത്. ദൂത് പറഞ്ഞു. പാസ്റ്റർ, ഞാൻ തലേദിവസം ദൈവത്തോട് ചോദിച്ച ചോദ്യത്തിനാണ് പാസ്റ്റർ എന്നോട് ദൂത് പറഞ്ഞത്. അങ്ങനെ ഇവിടെ വന്ന് പാസ്റ്റർ പറഞ്ഞ് അവസ്ഥ പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു, നീ വന്നോളാൻ പറഞ്ഞു. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ആൻറ്റി വിളിച്ചിട്ട് പറയുന്നു, മക്കളെ നിങ്ങളിവിടെ നിൽക്കേണ്ട, നിങ്ങൾ ഇവിടുന്ന് പൊക്കോളാൻ. ദൈവം അപ്പുറത്തൊരു വഴി തുറന്നിട്ട് ഇപ്പുറത്ത് അടച്ചത്. അവിടെ നിൽക്കാൻ ദൈവഹിതമല്ല. ഇപ്പോഴും പാസ്റ്റർ പറയുന്ന പോലെ ഞാൻ ഇപ്പൊ പറയുക, മരിക്കുന്നത് വരെ ദൈവത്തിന് വേണ്ടി ഇവിടെ തന്നെ നിൽക്കും, എലോഹിമി തന്നെ നിൽക്കും. ഈ കേൾക്കുന്നവരെല്ലാവരും സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട്, പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരികൾ, ഞാൻ ലിങ്ക് അയച്ചു തന്ന മുസ്ലിം സഹോദരങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇത് കള്ളവല്ല, സത്യമാണ്. എൻ്റെ വീട്ടിൽ ചെന്ന് തിരക്കിയാൽ ഈ സത്യാവസ്ഥ അറിയാം. മരിക്കാൻ 100 വട്ടം ചെയ്തത് എൻ്റെ കൈ നോക്കിയാൽ അറിയാം. ഒന്ന് സൂം ചെയ്ത് കാണിക്കണേ ബ്രദറെ. ഈ കൈ കണ്ടാൽ അറിയാം. ഞാൻ കഴിക്കാത്ത ഉളികയില്ല, പാറ്റാവേഷം, പല്ലിവേഷം, ഇതിലൊന്നുമില്ല. ഇതെല്ലാം കഴിച്ചതാ. എന്നിട്ടും എന്നെ ദൈവം ജീവിപ്പിച്ചെങ്കിൽ നമ്മളൊക്കെ ദൈവത്തിന് എത്ര പ്രിയപ്പെട്ടവരാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്റെ സാക്ഷ്യം പറയാൻ നിന്ന് മണിക്കൂറോളം നിൽക്കേണ്ടി വരും. കാരണം ജീവിതം മുഴുവൻ സാക്ഷ്യമാണ്.
കാരണം എനിക്ക് സാക്ഷ്യം പറയേണ്ട ആവശ്യമില്ല, കാരണം നല്ല സാക്ഷ്യം ഞാൻ കേട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം ജനിച്ചു വളർന്നത് ഒരു പാസ്റ്റർ മകനായിട്ടാണ്, പക്ഷെ വളർന്നത് ഈ ലോകത്തിൻ്റെ അടിത്തട്ടിപ്പോയതാണ്. യോസഫിന്റെ ദർശനം ഉയരത്തിലുള്ളതാണ്, പക്ഷെ പോയത് പൊട്ടക്കിണറ്റിലേക്കാണ്. ജീവിതത്തിന്റെ അടിത്തട്ടി പോയി കിടന്നൊരു മനുഷ്യനാണ്. 13-ാമത്തെ വയസ്സിൽ മദ്യപാനം തുടങ്ങിയൊരു മനുഷ്യനാണ്. 14-ാമത്തെ വയസ്സിൽ കഞ്ചാവിന് അഡിക്റ്റായി. പ്രൈസ് ദി ലോർഡ്. 15-ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് എന്തൊക്കെ ലഹരിയുണ്ടോ അതൊക്കെ ഞാൻ യൂസ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവം ഒരാളെ പിടിക്കണമെന്ന് കരുതിയാൽ അത് കൃത്യസമയത്ത് പിടിക്കും. വാക്തത്വം ഉണ്ടെങ്കിൽ നശിച്ചു പോകത്തില്ല. വാക്തത്വം ഉള്ളതുകൊണ്ടാണ് എലോഹോമിലേക്ക് എത്തിയത്. പ്രൈസ് ദി ലോർഡ്. അവൾ പറഞ്ഞല്ലോ, ഒത്തിരി സാക്ഷ്യം പറഞ്ഞു, പക്ഷെ അവൾ പറയാത്ത 2-3 കാര്യം പറഞ്ഞ് ഞാൻ വേഗത്തിലിരിക്കാൻ പോകും. കാരണം ഞാൻ വളർന്നു വന്നത് ഒരു പാസ്റ്റർ മകനായിട്ടാണെങ്കിലും ലോകത്തിൻ്റെ അടിത്തട്ടിലായിരുന്നു. കാരണം 18-ാമത്തെ വയസ്സായപ്പോൾ ജയിലിൽ പോയി. കാരണം RSSന്റെ കൂട്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. RSSന്റെ കൂട്ടായിരുന്നു. ഒത്തിരി ഗുണ്ടാസെറ്റിന് കൂട്ടുകൂടി 34 വെട്ടുകേസിലെ പ്രതിയായിരുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഈ പുസ്തകം എടുത്തപ്പോൾ 34 കേസ് എങ്ങടെ പോയെന്ന് അറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. വക്കീലുമാര് പറഞ്ഞു നടക്കത്തില്ലെന്ന് പറഞ്ഞു, പക്ഷെ കർത്താവ് പറഞ്ഞു നടത്തും. പ്രൈസ് ദി ലോർഡ്. നീ പുറത്ത് വന്നാൽ നിന്നെ കൊണ്ട് എനിക്കൊരു പ്ലാനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഒരു ദിവസം ഫാസ്റ്റിംഗ് പ്രയറിന്, അപ്പൻ്റെ ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രയറിന് ഏറ്റവും പുറകെ പോയിരിക്കുക. അപ്പോൾ ഞാൻ അത്യാവശ്യം മദ്യപിച്ചിട്ട് പുറകെ പോയിരിക്കുന്നു. എന്തോ സംഭവം നടക്കാൻ വേണ്ടി നല്ലൊരു പ്രവാചകനാണെന്ന് കേട്ടു. അപ്പോൾ ഗൾഫിലേക്ക് പോകാൻ വല്ല മാർഗമുണ്ടോ എന്ന് കേൾക്കാൻ വേണ്ടി പുറകെ പോയിരുന്നതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ദേവദാസൻ ഓടി തലയൊക്കെ വെച്ചൊരു ദൂത് പറഞ്ഞു, മകന് നീ പ്രവാചകനാകും. അപ്പം ഞാൻ പറഞ്ഞു, ആ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മൈക്ക് തന്നെ ഞാൻ പറഞ്ഞു, പക്ഷേ ഇത് ഞാൻ ചെറുപ്പം മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ്, ചെറുപ്രായം മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ്. നീ പ്രവാചകനാവും, ഭൂതങ്ങളെ മേൽ അധികാരമുള്ളവനാവും, പക്ഷെ ഇത് വേറെ ഒന്നും മാറ്റി പറയാനുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. ഭാഷ പറഞ്ഞൊരു കാര്യം, 3 ദിവസം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഇത് അടിക്കും. ഇത് പറഞ്ഞപ്പോൾ ചെറിയൊരു പേടി വന്നു. കാരണം മരിക്കാൻ എല്ലാവർക്കും പേടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് കേട്ട് ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു. 3-ാമത്തെ ദിവസം ഭാഷ ഉണ്ടാക്കാൻ വേണ്ടി രാത്രി 12 മണിക്ക് അറിയാം, ക്യാമറ ഭാഷ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഭാഷക്കറിയാം ഉണ്ടാക്കാൻ വേണ്ടി ആരൊക്കെ കൂടി എന്നെ പുറക്കി വന്നിട്ട് പഴയ ചെയ്ത കുറ്റം ആരൊക്കെയോ കൂടി ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എനിക്ക് ചെവിട്ടിൽ ശബ്ദം കേൾക്കാം. ഡോക്ടർമാർ പറഞ്ഞു ഇവനെ ആ പദം ഞാൻ ചെവിട്ടിൽ കേട്ടപ്പോൾ കർത്താവേ, ഇനി എന്നെ ഇവിടുന്ന് വിടുവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ഇറങ്ങിക്കോളാം. ഇനി ദൈവത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിക്കോളാം. ആ ഒറ്റ വാക്കുകൊണ്ട് 7 ദിവസം കൊണ്ട് ഞാൻ പുറത്തിറങ്ങി. ഞാൻ ആദ്യം ബൈബിൾ കോളേജ് പഠിക്കാനാണ് ഞാൻ ഈ പെട്ടകം എടുത്താണ്. പ്രൈസ് ദി ലോർഡ്. അന്ന് പെട്ടകം എടുത്താണ്. ഇടയ്ക്ക് പ്രതികൂലങ്ങൾ ഞാൻ പറയാം. അങ്ങനെ കർണാടക ദേശത്തേക്ക് എന്നോട് പോകാൻ പറഞ്ഞു. ദൈവാത്മാവുണ്ട് രാത്രി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ കർത്താവിന് ദർശനം കാണിച്ചു കർണാടക പോകാൻ പറഞ്ഞു. കാരണം കർണാടകയിലെ ഞാൻ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് അടിച്ചിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. അവിടേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ 10 പൈസയില്ല, എങ്ങനെ പോകും? ദൈവം എൻ്റെ 75 രൂപയുള്ളൂ, നീ പറഞ്ഞ വാക്കിന് ഞാൻ ഇറങ്ങുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ അങ്ങനെ ദൈവത്തിൻ്റെ വാക്ക് കേട്ടിട്ട് രാവിലെ ട്രെയിൻ കയറി കാരണം ബാംഗ്ലൂർ സിറ്റി ചെന്നിറങ്ങി. സിറ്റി ദൈവാത്മാവിനോട് പറഞ്ഞൊരു ദൈവദാസന് വേണ്ടി അവിടെ കാത്തിരിക്കും. ഞാൻ അവിടെ ചെന്ന് ഇറങ്ങി നിന്ന് എൻ്റെ ബാഗും ബൈബിളുമായി ചെന്ന് ഇറങ്ങി നിന്നു. രാവിലെ 8 മണിക്ക് ചെന്ന് ഇറങ്ങി. 9 മണിയായി, 10 മണിയായി, 11 മണിയായി, 12 മണിയായി, ആരും വന്നില്ല. 1 മണിയായി, 2 മണിയായി, 3 മണിയായപ്പോൾ മനസ്സിനകത്ത് പിശാച് പോരാടുക. ഞാനാ നിന്നോട് പറഞ്ഞു, എന്നെ വഴിതെറ്റിക്കാൻ വേണ്ടി ഞാനാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് മാറത്തില്ല. ഞാൻ 5:30 വെയിറ്റ് ചെയ്തപ്പോൾ 5:30 ആയപ്പോൾ ഒരു പുള്ളിക്കാരൻ കൊണ്ട് വിറക്കിക്കൊണ്ടിരിക്കുക, തേടിക്കൊണ്ടിരിക്കുക. ഞാൻ ആ പുള്ളിക്കാരൻ്റെ കൈ കയറി പിടിച്ചു. എനിക്ക് കന്നഡ അറിയത്തില്ല, ഈ കന്നഡയാണോ മലയാളിയാണോ അറിയത്തില്ല. കൈ കയറി പിടിച്ചു. എന്തോ തപ്പിട്ട് ഇവിടെ ഒരു ദൈവദാസൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, ആ ദൈവദാസൻ. പ്രൈസ് ദി ലോർഡ്. എന്നെ പുള്ളിക്കാരൻ നേരെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഒരു കുഞ്ഞ് ഇങ്ങനെ കെടുക്കുക. പറഞ്ഞു, എൻ്റെ മകളെ മാസ്റ്റർ ഡോക്ടർമാരെ മുമ്പിലൊക്കെ കൊണ്ടുപോയി. എനിക്കറിയത്തില്ല എന്തോ സംഭവിച്ചത്, എനിക്കറിയത്തില്ല. ഭാഷ ഒന്നൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദൈവാത്മാവിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്. അത്രേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. പിന്നെ എഴുന്നേറ്റു. ഇഷ്ടം പോലെ മീറ്റിംഗ് കിട്ടി. പ്രോബ്ലം അവിടെ നിൽക്കാൻ പറഞ്ഞു. ദൈവം നമ്മളോടൊരു വാക്ക് പറഞ്ഞാൽ അവിടെ നിൽക്കാം. എന്നോട് ദൈവം പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നത്. എലോഹിമിൽ നിൽക്കാൻ കാരണം
ദൈവം പറഞ്ഞത്. മനുഷ്യൻ പറഞ്ഞിട്ടല്ല ഞാൻ ഇവിടെ വന്നത്, ദൈവദാസൻ പറഞ്ഞിട്ടല്ല ഞാൻ ഇവിടെ വന്നത്, എന്റെ കർത്താവ് പറഞ്ഞിട്ടാ. എനിക്കറിയാം ഇവിടെ എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് എന്താണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല. ഈ ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഒരു കാര്യം എനിക്കുണ്ട്. കാരണം ഈ സഭ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരം ജയിക്കുകയില്ല. പല പാതാളങ്ങളും ഇതിനെ നേരെ വെല്ലുവിളിക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് പറയാ, ഇതിനെ നോക്കി വെല്ലുവിളിക്കാനേ പറ്റത്തുള്ളൂ. കാരണം ഞാൻ എന്റെ സഭയെ പണിതതാ. ഇതിന്റെ ഫില്ലർ ദൈവം ഇട്ടതാ, മനുഷ്യനല്ല ഇട്ടത്. അങ്ങനെ ഞാൻ എന്നോട് പറഞ്ഞു, കർണാടക അങ്ങേ മൂലയ്ക്ക് പോകാൻ പറഞ്ഞു. അവിടെ ചെന്നു. ഗുൽബർഗ എന്നുള്ള ദേശത്തേക്ക് ചെന്നപ്പോ ഞാൻ ഒറ്റയ്ക്കുള്ളൂ, വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല, അവിടെ ഒറ്റയ്ക്കുള്ളൂ. അവിടെ ചെന്നപ്പോ ഒരു മെത്തോഡിസ്റ്റ് എന്ന് പറഞ്ഞ ചർച്ചുണ്ട്. അവിടുത്തെ അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പാസ്റ്ററെ, ഈ പള്ളി പാസ്റ്റർ പേരിൽ ഞാൻ തരാം, ഒരു ആത്മാവിനെ നേടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഈ പള്ളി പണിതിന് എത്ര വർഷമാണ്? പക്ഷെ 32 വർഷമാണ്. എന്നാൽ എനിക്ക് 22 വയസ്സുണ്ട്. നമ്മൾ ഇതെനിക്ക് തരണമെന്ന് ചോദിച്ചു. പാസ്റ്റർ ഒരു ആത്മാവിനെ നേടി ഞാൻ സ്നാനപ്പെടും. പുള്ളിക്കാരൻ പറഞ്ഞിട്ട് ഒരു ആത്മാവിനെ നേടിയാൽ മതി പാസ്റ്റർ, ഞാൻ സ്നാനപ്പെടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അടുത്ത ആഴ്ച ഞാൻ നിങ്ങളെ ഒട്ടനെ പോലെ വിശ്വസിക്കുക. ഞാനത് പറഞ്ഞില്ല, 8ാം ക്ലാസ് പുസ്തകമാണ്, വലിയ പഠിപ്പൊന്നുമില്ല, 8ാം ക്ലാസ് മുതൽ പുസ്തകമാണ്. പക്ഷെ ഈ പഠിപ്പ് കിട്ടിയത് ഇതിനകത്ത്. പിന്നെ ഒരു കാര്യം പറയാൻ പോകുന്നത്, ഭാഷ എപ്പോഴും പറഞ്ഞു, ലഹരി ഞാൻ ഈ ലോകത്തിന്റെ ലഹരി ഏറ്റവും കൂടുതൽ അടിച്ചൊരു മനുഷ്യനാണ്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ലഹരി, ഞാൻ മദ്യത്തിന് മയക്കുമരുന്ന് കരുതി, പക്ഷെ ഏറ്റവും വലിയ ലഹരി ഇതിനകത്താണ്. ഞാൻ ഈ ലോകത്തിലെ ലഹരികൾ ഒത്തിരി നാക്കിന്റെ പാമ്പിനെ കൊണ്ട് പൊത്തിച്ചൊരു മനുഷ്യനാണ്. നാക്കിന്റെ അകത്ത് പാമ്പിനെ കൊണ്ട് കുത്തിച്ച മനുഷ്യനാണ്. കാരണം നാക്കിന്ന് അടിച്ചിട്ടൊന്നും ഏൽക്കുന്നില്ല, പാമ്പിനെ കുത്തിച്ച മനുഷ്യനാണ്. അതിനേക്കാളും വലിയൊരു ലഹരി ഉണ്ടെങ്കിൽ ഇത് മാത്രമാണ്. അതിനേക്കാളും വലിയ, ഈ ലോകത്തിനേക്കാളും വലിയ പഠിപ്പുണ്ടെങ്കിൽ ഇതിനകത്താ ഉള്ളത്. ഈ ലോകത്തെ ജ്ഞാനത്തിനേക്കാൾ വലുത് ഈ വചനത്തിനകത്തിരിക്കുന്ന ജ്ഞാനത്തിനാണ്. പ്രൈസല്ലോ. അങ്ങനെ ഒട്ടനെ പോലെ വിശ്വസിച്ച് ആ സഭയെ അറിയാവുന്ന പാട്ടുകൾ പാടാൻ അച്ഛൻ പറഞ്ഞു, ഇത്രയും നീണ്ട സഭയ്ക്കകത്ത് 3 കസാര വേണ്ട, ഈ അകത്ത് വിശ്വാസിയാണ് ഈ നിരത്താൻ പറഞ്ഞ കസാര. 100-600 കസാര നിരത്തി വിട്ടു. കസാര എവിടെ നോക്കി അടി വന്നെന്ന് ഫസ്റ്റ് ഓടിയതാണ്. ഏതൊക്കെ എവിടെയെങ്കിലും എന്നെ അടിച്ച് 6, 7, 18 ഈ കൈ അടിച്ചോടിച്ചു, കാലടിച്ചോടിച്ചു, അടിച്ചോടിച്ചിട്ടുണ്ട്. ബുധനാഴ്ച മറ്റൊരു കാര്യം പറഞ്ഞു, അടുത്ത ഞായറാഴ്ച പിശാച് അടിച്ചോടിപ്പിച്ചെടുത്ത് അവിടെ എനിക്ക് പെട്ടകമുയർത്താം. പിശാച് എന്നെ കയറ്റി നിർത്തത്തില്ല. ലോകം വെല്ലുവിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വീൽ ചെയറിലാണെങ്കിൽ ഞാൻ അവിടെ പോയി നിൽക്കും. പ്രൈസലോ. അവിടെ വീണ്ടും പിറ്റത്തെ ഞായറാഴ്ച അവിടെ ചെന്ന് ശുശ്രൂഷിച്ചു. അന്ന് ആരും തല്ലാൻ വന്നില്ല. ദൈവം എന്നോട് പറഞ്ഞു, അവിടെ നിൽക്കാൻ പറഞ്ഞു. അവിടെ നിന്നു. രാത്രി ഒരു 9:30 മണി സമയമായപ്പോൾ ഞാൻ എൻ്റെ വീൽ ചെയർ തള്ളി നേരെ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ പോയപ്പോൾ ഒരു 10-45 പേര് ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുക. ആ ഒരു കുഞ്ഞിനെ പിടിച്ചിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തോ സംഭവം ചോദിച്ചാൽ കുഞ്ഞിനെ പാമ്പ് കടിച്ചു. പാമ്പ് മൂർക്കം പാമ്പ് കടിച്ചിട്ട് ഈ കുഞ്ഞിനെ കൊണ്ട് ഓടുമ്പോൾ എല്ലാവരും പറഞ്ഞു, ജസ്റ്റ് ഈ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് പോവാം. കാരണം അവർ അമ്പലങ്ങളിൽ പോയി, അവർ മോസ്കുകളിൽ പോയി, അവിടെ എല്ലാം ഒന്നും കിട്ടിയില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഈ പള്ളി കയറി പ്രാർത്ഥിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. ഓടിച്ചെന്ന് ഈ കുഞ്ഞിനെ എൻ്റെ കൈ കൊണ്ടു. ഈ കുഞ്ഞാരാന്നറിയാം? എൻ്റെ നടു തല്ലിയൊടിച്ച, എൻ്റെ കാല് തല്ലിയൊടിച്ച അതേ വ്യക്തിയുടെ ഒരേ ഒരു മകളാണ്. 4 ദിവസം പോലും കഴിഞ്ഞില്ല. ഒറ്റ ആഴ്ച കൊണ്ടാണ് കുഞ്ഞിനെ കൈ. എന്നിട്ട് അവർ എന്നോടൊരു കാര്യം ചോദിച്ചു, പാസ്റ്റർ എൻ്റെ നടു തല്ലിയൊടിച്ചതാണ്, പഴയ സുഖമാണ്. ഞാൻ പറഞ്ഞു, പോലെ കൊണ്ടുപോകാൻ പറഞ്ഞു. പക്ഷെ കർത്താവിന്റെ പെട്ടകം എടുത്തതുകൊണ്ട് ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഞാൻ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, ദൈവത്തിന്റെ ശക്തി അവളിൽ ഇറങ്ങണം. വേറെ ഒന്നും പറഞ്ഞില്ല, അത്ര വാക്കേ പറഞ്ഞുള്ളൂ, ദൈവത്തിന്റെ ശക്തി അവളിൽ ഇറങ്ങണം. ഞാൻ കൊടുത്തു, ഹോസ്പിറ്റലിൽ കൊടുത്തു. കാരണം നമുക്ക് തെളിവ് വേണം. ഡോക്ടറെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, ചേരപ്പാമ്പ് കടിച്ചാലും ശരീരത്തിനകത്ത് ഇച്ചിരി വിഷം കാണും, അതുപോലും അവളുടെ ശരീരത്തിനകത്തില്ല. ഈ 45 പേര് 12 മണിയായപ്പോൾ എന്റെ സഭയുടെ മുമ്പിൽ കടന്നു വന്ന് തമന്നടിച്ചു. ഇതാണ് സത്യം, ഇതാണ് മാർഗം,
ഇതാണ് ദൈവം എന്ന് പറയുന്നത്. 30 വർഷമായി നടക്കാത്തത് 1 സെക്കൻഡ് കൊണ്ട് എന്റെ കർത്താവ് ചെയ്തു. 32 വർഷമായ ദൈവദാസൻ അവിടെ കിടന്ന് കരഞ്ഞു. വാഗ്ദത്തമുള്ളവൻ അകത്ത് ചെന്നപ്പോൾ, പൊട്ടനെ പോലെ വിശ്വസിക്കുന്നവൻ അകത്ത് ചെന്നപ്പോൾ, പരിശുദ്ധാത്മാവ് ഒരു കാര്യം വിളിച്ചു പറയാം, നീ സഭയ്ക്കകത്ത് പൊട്ടനെ പോലെ ആയിരിക്കാൻ തയ്യാറായാൽ ദൈവം നിറയ്ക്കാൻ ദൈവശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അകത്ത് ഒറ്റ കാര്യം വേണ്ടുള്ളൂ, ഈ വചനം പൊട്ടനെ പോലെ വിശ്വസിക്കണം. പിശാച് ചിന്തകൾ കൊണ്ടുവരും, നമ്മൾ അതിനെ മാറ്റി വെച്ച് പൊട്ടനെ പോലെ ആയാൽ മതി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒന്നിനെ ചോദിച്ചോളൂ, ജീവിതത്തിനകത്ത് ആദ്യമായി സ്നാനപ്പെടുന്നു. ആ മനുഷ്യൻ ആ സഭയിൽ ദൈവം അത് കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ കാരണം എന്നോട് ദൈവാത്മാ പറഞ്ഞു, മമ്മിയുടെ മരണത്തിന് ശേഷം ഒരു നാട്ടിലേക്ക് അന്ന് മുതൽ 2-1.5 വർഷം വീട് കണ്ടിട്ടില്ല. കാരണം എൻ്റെ കുഞ്ഞിന് വന്ന് 1.5 വയസ്സ്. ഇന്നെല്ലാവരും പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ ഒന്ന് പ്രസവരക്ഷ നോക്കണം, നമുക്ക് പ്രസവരക്ഷ നോക്കണമെന്ന്. കാരണം എൻ്റെ മൂത്ത കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വീടില്ല. കാരണം ഞങ്ങൾ പ്രാർത്ഥിക്കും, കർത്താവേ ഒരു 2 ദിവസം മീറ്റിംഗ് എവിടെയെങ്കിലും കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിൽക്കാൻ 2 ദിവസം. കാരണം എൻ്റെ കുഞ്ഞിന് അറ്റ്ലീസ്റ്റ് കുറച്ച് പാലെങ്കിലും കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പല മീറ്റിങ്ങുകൾ വിളിക്കുമ്പോൾ പലരും വിളിച്ചു പറയുന്നു, ഇവിടെ വിളിച്ചു പറഞ്ഞതുപോലെ അവൻ കള്ളനാ, വൃത്തികെട്ടവനാണ്. കള്ളനായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, വൃത്തികെട്ടവനായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പെട്ടകം എടുത്തിറങ്ങിയ ശേഷം ഇന്ന് വരെ തിരികെ നോക്കേണ്ട വന്നിട്ടില്ല. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ചാർന്നിരുന്നിട്ട് ഇന്ന് വരെ പുറകോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല. ജീവിതത്തിന്റെ ഒത്തിരി അടിത്തടി വന്നപ്പോൾ, പ്രതികൂലങ്ങൾ വന്നപ്പോൾ, ഞെരുക്കങ്ങൾ വന്നപ്പോൾ ഞാൻ കർത്താവേ മതി. കാരണം പുറത്തുനിന്നല്ല പണി മുഴുവൻ, അകത്തുനിന്ന്. പ്രൈസലോ. ഞാൻ പറഞ്ഞു കർത്താവ് മടുത്ത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞു കർത്താവ് ഞാൻ സുവിശേഷ വേല നിർത്തുക. ദൈവത്തെ വിട്ടുപോകത്തില്ല, പക്ഷെ ഞാൻ സുവിശേഷ വേല നിർത്തുക. കാരണം മടുത്തുപോയി. കാരണം അതുപോലെ പ്രതികൂലം വന്നപ്പോൾ ഞാൻ മടുത്തുപോയി. അങ്ങനെ ആ ഒരു സിനിമ ഞാൻ ബൈബിൾ ഞായറാഴ്ച ചർച്ച പോകും. പക്ഷേ ഞായറാഴ്ച ഏറ്റവും പുറകിൽ ഏതെങ്കിലും ചർച്ചിൻ്റെ ഏറ്റവും പുറകിൽ പോയിരിക്കും. കാരണം എനിക്ക് ഞായറാഴ്ച സഭയിൽ പോയി സമാധാനം പോയി. എനിക്ക് ഞാൻ ഈ എത്ര കാലൊടിഞ്ഞു കിടക്കാൻ എന്തോ ഞായറാഴ്ച ചർച്ചിലെത്തിയിരിക്കും. കാരണം അത് അകത്ത് അത് ഞാൻ ചെറുപ്പം മുതൽ അങ്ങനെയായിരുന്നു. അതെൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എത്ര മദ്യപിച്ചാലും എത്ര കള്ളു കുടിച്ചാലും സഭയെ പോയി അങ്ങനെ നടന്നൊരു മനുഷ്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു മിനിറ്റ്, നിങ്ങളുടെ കള്ളു കുടിച്ചിട്ട് വരരുത്. ശരി, അങ്ങനെ നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഒത്തിരി പ്രതികൂലങ്ങൾ വന്നത് മുഴുവൻ സമയം. ദേവദാസ്, ഞാൻ എനിക്കൊരു കാര്യം പറയാം. അതുപോലെ കാരണം ഞാൻ ഒത്തിരി നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ വന്നപ്പോഴേ മനസ്സിലായത് ഇതിന്റെ സത്യം എന്താണെന്ന്. ഇവിടെ വന്നപ്പോഴേ മനസ്സിലായത് പുറമെ നിന്ന് പറയാൻ നല്ല എളുപ്പമാണ്. സഭയ്ക്കകത്ത് വരുമ്പോഴാണ് ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി മനസ്സിലാവുള്ളൂ. പുറത്തു നിന്ന് വിമർശിക്കാൻ എല്ലാവർക്കും നല്ല എളുപ്പമാണ്. പക്ഷെ അകത്ത് വരുമ്പോൾ മനസ്സിലാവും ദൈവസാന്നിധ്യം എന്താണെന്ന്. പ്രൈസ് ദി ലോർഡ്. വില കൊടുത്ത് വാങ്ങിയതാ ദൈവസാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. അതകത്ത് നിൽക്കട്ടെ. അങ്ങനെ ഞാനങ്ങൾ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. 1.5 വർഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറെ വേറെ വല്ല ഭാര്യമാരുടെ വിട്ടുപോയത്. കാരണം കർത്താവിന് വേണ്ടി ഞാൻ നിന്ന് വെച്ചു. ഞാൻ ദൈവസന്നിധിയിൽ സ്നേഹിതരെ, ഒരു സമയം മുഴുവൻ പട്ടിണിയാണ്. ഏറ്റവും അവസാനം ഞാൻ കാണുമ്പോഴും ആ ഒരവസ്ഥയിലാണ്. ഇന്ന് കൃപയാൽ ദൈവം നടത്തി. ദൈവസനെ ഇന്നുള്ള കാര്യത്തെ കുറിച്ച് ഒറ്റ വാക്കൂടെ പറഞ്ഞ് ക്ലോസ് ചെയ്തോ. നമ്മുടെ ഏലപ്പാറ വന്നില്ലേ, അതിന് ഏറ്റവും എൻഡ് ഏലപ്പാറയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒത്തിരി പ്രതികൂലങ്ങൾ മാത്രം മൊത്തം ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എന്നാലും കർത്താവിനെ കൈവിട്ടിട്ടില്ല. ഞാൻ അവിടെ നിൽക്കുമ്പോൾ പട്ടിണിയുടെ എൻഡില്ല. എല്ലാവരും ഞാൻ ചോദിച്ചു, പലരോടും ഞാൻ ചോദിച്ചു. കാരണം ഞാൻ എൻ്റെ കുഞ്ഞിന് പാല് മേടിക്കാൻ പോലും 2 മക്കളുണ്ട്, പാല് കൊടുക്കാൻ കയ്യിൽ കാശില്ല. അങ്ങനെ എൻ്റെ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എന്തോ ചെയ്യുമോ, ഞാനോട് എന്തോ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് സുഹൃത്ത് പറഞ്ഞു ബിനുപാസ് ഒന്ന് വിളിക്കാൻ പറഞ്ഞ് തലേദിവസമേ എനിക്ക് നമ്പർ തന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഓടി വിളിക്കത്തില്ല. കാരണം ഞാൻ ആ മനുഷ്യനോട് എന്തു പറയും. ഞാൻ പാസ്റ്റർ വിളിച്ചു, പാസ്റ്റേ എനിക്കൊന്ന് പാസ്റ്റർ കാണണമെന്നുണ്ട്, ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പ്രാർത്ഥിക്കണമെന്നുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ പാസ്റ്ററിനോട് പറഞ്ഞു ഞായറാഴ്ച വാ പാസ്റ്റർ എന്ന് പറഞ്ഞു.
ഞാൻ ശരി പാസ്റ്റർ ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. ഞാൻ ഇവളുടെ മുഖത്ത് നോക്കി, ഇവളെൻ്റെ മുഖത്ത് നോക്കി. കാരണം വണ്ടിക്കാശ് കയ്യിലില്ല, വരാൻ വണ്ടിക്കാശില്ല. പാസ്റ്റർ പിറ്റേ ദിവസം അന്ന് ഞാൻ വൈകുന്നേരം പാസ്റ്റർ വിളിച്ചു, പാസ്റ്റർ നിങ്ങൾക്കൊരു വാക്ക് പറഞ്ഞ് ഞാൻ തരത്തില്ലെന്ന് ചോദിച്ചു. ഞാനൊരു കാര്യം പറയാം, സഹായിക്കുന്ന മനുഷ്യനാ, കയ്യിലൊന്നും ഇല്ലെങ്കിലും സഹായിക്കുന്നൊരു മനുഷ്യനാ. പ്രൈസല്ലോ. ഞാൻ പറഞ്ഞു പാസ്റ്റേ ഒന്നും ഇല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇന്ന് നടക്കുന്നത് എങ്ങനെയാ? ഇന്ന് സമൃദ്ധിയിലൂടെ, പ്രൈസല്ലോ, സന്തോഷത്തിലൂടെ, സമാധാനത്തിലൂടെ. വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല എന്ന് വിചാരിച്ചിട്ട്, മക്കൾക്ക് നിവർത്തിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ദൈവവാല വിട്ടു പോകരുത്.